കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളം കണ്ടാൽ ആരും ഒന്ന് അമ്പരക്കും. ഒഴുക്കിൻ്റെ ഗതിയും പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല. വെള്ളത്തിലൂടെ ഒലിച്ചു വരുന്നത് എന്താണെന്ന് പോലും ധാരണയില്ല. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ സാക്ഷാൽ ഇന്ത്യൻ നേവി പോലും സാങ്കേതിക കാരണങ്ങളാൽ പകച്ചു നിന്നപ്പോൾ അവിടേക്ക് ഓടിയെത്തിയ ഒരാളുണ്ട്. മലയാളികളുടെ ഹീറോയാണ് ഇന്ന് അദ്ദേഹം. ഈശ്വർ മൽപെ എന്ന 48-കാരനായ ഉടുപ്പിക്കാരൻ ഷിരൂരിലെ ഗംഗാവലി പുഴയോരത്തെത്തിയപ്പോൾ ഒന്നു മാത്രമാണ് പറഞ്ഞത്. വെള്ളത്തിനടിയിലുള്ളതും ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം കാണാതിരിക്കാനാവില്ല. എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. പിന്നീടങ്ങോട്ട് 1 മാസം പിന്നിട്ട തിരച്ചിൽ ദൗത്യത്തിൽ എന്നും നമ്മൾ കേൾക്കുന്ന പേരാണ് ഈശ്വർ മൽപെ. ഈ സാഹചര്യത്തിൽ ആരാണ് ഈശ്വർ മൽപെ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികം. ഒരുപാട് രക്ഷാദൗത്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച അനുഭവ സമ്പത്തുള്ള മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ മൽപെ എന്ന 48-കാരൻ. അമ്മയ്ക്കും ഭാര്യയ്ക്കും 3 മക്കൾക്കുമൊപ്പം മാൽപെ ബീച്ചിന് സമീപമാണ് താമസം. തന്നെ തേടി ഫോൺ വിളിയെത്തിയാൽ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഈശ്വർ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തും. കർണാടകയിലെ നിരവധി ദുരന്തമുഖങ്ങളിൽ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച ഈശ്വർ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് നിരവധി പേരെയാണ്. മുങ്ങിത്താഴ്ന്ന് മരണമുഖം കണ്ട 20-ലേറെ ആളുകളെ ഈശ്വർ ജീവിതത്തിൻ്റെ കരയിലേക്ക് അടുപ്പിച്ചു. കടലിലും പുഴയിലും ജീവൻ നഷ്ടമായ 200-ലേറെ പേരുടെ മൃതദേഹങ്ങളും ഇദ്ദേഹം കരക്കെത്തിച്ചു. വെള്ളത്തിനടിയിലും തിരച്ചിൽ നടത്തും. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം എത്തിക്കലാണ് ഈശ്വറിൻ്റെ പ്രധാന ജോലി. 3 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ ഈശ്വറിന് സാധിക്കും. അടുത്ത കാലം വരെ ഓക്സിജൻ കിറ്റ് പോലും ഇല്ലാതെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രക്ഷാപ്രവർത്തനം. ചുഴലിൽ കാറ്റിൽപ്പെട്ടവരെയും ജീവനൊടുക്കാൻ പുറപ്പെട്ടവരെയും ഈശ്വറിൻ്റെ കൈകൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഉടുപ്പിയിൽ ഒരാളെ വെള്ളത്തിൽ വീണ് കാണാതായാൽ ആദ്യം പോലീസ് വിളിക്കുക ഈശ്വറിനെയാണ്. 3 മക്കളും ഭിന്നശേഷിക്കാരായതിനാൽ ഈശ്വറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഏറെയുണ്ട്. എന്നാൽ പണം ഒരിക്കലും തന്നെ സ്വാധീനിച്ചിട്ടില്ലെന്നാണ് ഈശ്വർ പറയുക. ഈശ്വർ മൽപെയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ മത്സ്യത്തൊഴിലാളി സംഘമാണ് ഇപ്പോൾ തിരച്ചിൽ പങ്കാളികളായത്. ഗംഗാവലിയിലെ ശക്തമായ ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും വകവയ്ക്കാതെ അർജുനായി തിരച്ചിൽ തുടരുകയാണ് ഈ സംഘം. ആദ്യഘട്ടത്തിൽ 3 തവണ ഇവർ നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ബന്ധിപ്പിച്ച കയർ പൊട്ടി ഈശ്വർ 150 മീറ്ററിലേറെ ഒഴുകിപ്പോയിരുന്നു. തുടർന്ന് ഒപ്പമുണ്ടായിരുന്നവരാണ് ഈശ്വറിനെ തിരികെ കയറ്റിയത്. വെള്ളത്തിൻ്റെ മട്ടും ഭാവവും കൈവെള്ള പോലെ പഠിച്ചയാളാണ് ഈശ്വർ മൽപെ. വെള്ളത്തിൽ അപകടത്തിൽപ്പെടുന്നവരെ കരയ്ക്ക് കയറ്റുന്ന രക്ഷകൻ. 20 വർഷമായി കർണാടകയിലെ ചിക്കമംഗളൂരു, ബംഗളൂരു, കോലാർ, ബെലഗാവി, ദണ്ഡേലി തുടങ്ങിയ സ്ഥലങ്ങളിലെ ജലാശയങ്ങളിൽ നിന്ന് നിരവധി പേരെയാണ് മൽപെ രക്ഷിച്ചത്. 1000-ഓളം അവശിഷ്ടങ്ങളും കണ്ടെടുത്തു. അതിൽ മൃതദേഹങ്ങളും മൊബൈൽ ഫോണുകളും ഡ്രോണുകളും എല്ലാം ഉണ്ട്. വെള്ളത്തിനടിയിലെ സാഹസികത മൽപെയ്ക്ക് വിനോദമല്ല, സമൂഹത്തോടുള്ള കടപ്പാടാണ്. ജൂലൈ 16-ന് മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് നദിയിൽ വീണ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ മന്ദഗതിയിലായപ്പോൾ മൽപെ പ്രത്യാശയുടെ വെളിച്ചമായി എത്തുകയായിരുന്നു. ഉടുപ്പിയിലെ മൽപെയിൽ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഈശ്വർ സ്വന്തമായാണ് നീന്തൽ പഠിച്ചത്. കുട്ടിക്കാലത്ത് മൽപെ ബീച്ചിൽ 5 കിലോമീറ്റർ നീന്തി വെള്ളത്തിലാശാനായി. കടലിൽ അപകടങ്ങളിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെയും മറ്റു മൃതദേഹങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയാണെന്ന് ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞത് ഞെട്ടലായി. മൃതദേഹം കണ്ടെത്താൻ പോലീസും തയ്യാറാകാത്ത അവസരങ്ങൾ കൂടിയപ്പോൾ ഈശ്വർ മൽപെ സ്വയം കടലിലേക്ക് എടുത്തുചാടി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മൃതദേഹങ്ങളിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമൊരുങ്ങിയതോടെ ഈശ്വർ മൽപെ ഇത്തരം ദൗത്യങ്ങൾ തൻ്റെ കടമയായി ഏറ്റെടുക്കുകയായിരുന്നു. ഒറ്റയ്ക്കല്ല ഈശ്വറിൻ്റെ ദൗത്യം. മൽപെയിൽ നിന്നുള്ള 8 വോളണ്ടിയർമാരുടെ സംഘം സഹായത്തിനുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും വെള്ളത്തിനടിയിൽ നിന്ന് കയറിട്ട് മുകളിലേക്ക് വലിക്കാനും വീഡിയോ ചിത്രീകരണവുമാണ് ഇവരുടെ ചുമതല. ഇത്രയും അനുഭവവും സഹായങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും 2 പതിറ്റാണ്ടിനിടയിലെ കഠിനമായ ദൗത്യമാണ് ഷിരൂരിലേതെന്ന് ഈശ്വർ പറയുന്നു. മുങ്ങിമരണങ്ങൾ തടയാനും വെള്ളത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുമായി നിരവധി പേരെ ഇദ്ദേഹം നീന്തൽ പരിശീലിപ്പിക്കുന്നുണ്ട്. കോസ്റ്റൽ സെക്യൂരിറ്റി പോലീസിന് സമുദ്ര രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്ന മൽപെ കഴിഞ്ഞ 20 വർഷമായി 120 പോലീസ് ഓഫീസർമാരെ സ്കൂബ ഡൈവിംഗും പഠിപ്പിച്ചു. തൻ്റെ രക്ഷാദൗത്യങ്ങൾക്ക് പുറമെ സൗജന്യ ആംബുലൻസ് സേവനവും മോട്ടോർ ബോട്ടുകൾക്ക് വെള്ളം നൽകുന്ന ബിസിനസ്സുമുണ്ട്.